അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കോതമംഗലത്തെ UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച അവലോകന യോഗം. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കൂടിയ യോഗം KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കോതമംഗലത്ത് നിന്നും UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച അവലോകന യോഗം വിലയിരുത്തി. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കൂടിയ യോഗം KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കാരണമായിരിക്കില്ല കുട്ടമ്പുഴയിലെയും വടാട്ടുപാറയിലെയും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. പൊതുവായ സാഹചര്യം LDF ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ളത്. അത് കോതമംഗലത്ത് അങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് ഈ നിയോജകമണ്ഡലത്തിലെ അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ചരിത്രം നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഡീൻ കുര്യാക്കോസ് 2024 മത്സരിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും വലിയ അസംബ്ലി ലെവലിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ലീഡ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന നിലനിൽപ്പായിരുന്നു. ആ നിലനിൽപ്പിന് വേണ്ടി നടന്ന മത്സരത്തിന് ഇടതുപക്ഷത്തിന് ആശയദാരിദ്ര്യം നേരിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പിൽ ആവശ്യമായ ചർച്ചകൾ ഒരു സ്ഥലത്ത് കൊടുക്കുന്നു. ഇപ്പൊ സ്ഥാനാർത്ഥി കൊട്ടിക്കലാശം അവസാനിക്കുന്ന LDF സ്ഥാനാർത്ഥിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും UDF വൻ മുന്നേറ്റം ഉണ്ടാക്കിയതായി യോഗം വിലയിരുത്തി. UDF സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തിയും 2019 മഹാമാരിയിൽ കിറ്റ് വിതരണത്തിലൂടെയും നേരിയ വ്യത്യാസത്തിലാണ് LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഒരു പുതിയ വികസന പ്രവർത്തനങ്ങളോ UDF തുടങ്ങിവച്ച നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാനോ ഇടത് MLAക്ക് കഴിഞ്ഞില്ലെന്നും അവലോകന യോഗം കുറ്റപ്പെടുത്തി. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷമീർ പനയ്ക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF ജില്ലാ കൺവീനറും സ്ഥാനാർത്ഥിയുമായ ഷിബു തെക്കുംപുറം, UDF നേതാക്കളായ ബാബു എലിയാസ്, KP ബാബു, ബോബൻ ജേക്കബ്, PM സക്കറിയ, AT പൗലോസ്, മാത്യു ജോസഫ്, EM മൈക്കിൾ, MS എൽദോസ്, PK ചന്ദ്രശേഖരൻ നായർ, പീറ്റർ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.